ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ 9ാമത്തെ വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓലനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യയിലേക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഓലൻ. അപ്പോൾ ഞാൻ ഈ ബ്രൗൺ കളറിലെ വൻപയറാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് തലേ ദിവസമേ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു 150 ഗ്രാം വൻപയറാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതൊന്ന് നമുക്ക് കുക്കറിലിട്ട് ഒരു പിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. വൻപയർ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ വേവിച്ചെടുക്കാം. ഒരുപാട് വലിപ്പമില്ലാത്ത കുമ്പളങ്ങയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ കുമ്പളങ്ങ വെന്ത് കിട്ടും കേട്ടോ. ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ വൻപയർ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ഉടച്ചൊന്നും ചേർക്കേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ കിടന്നോട്ടെ. കുമ്പളങ്ങി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അതിനൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ചൂടാക്കി എടുക്കാവൂ. അപ്പോൾ 1-ാം പാല് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് 2-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഒന്നും കൂടി ഉപ്പ് ചേർത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും അതേപോലെ തന്നെ ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഓലൻ. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും ഒന്ന് കട്ടിയായിക്കോളും. സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.